ചുരുങ്ങിയ കാലമേ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നുവെങ്കിലും രാജീവിന് മികച്ച പ്രധാനമന്ത്രിയായി സ്വയം അടയാളപ്പെടുത്താൻ അത് തന്നെ ധാരാളമായിരുന്നു. കമ്പ്യൂട്ടർവൽക്കരണം, ദേശീയ വിദ്യാഭ്യാസ നയം, കൂറുമാറ്റ നിരോധന നിയമം എന്നിങ്ങനെ പുതിയ ഇന്ത്യ എന്ന രാജീവ് സ്വപ്നങ്ങളെല്ലാം പൂർത്തീകരിച്ചത് ചുരുങ്ങിയ കാലം കൊണ്ടായിരുന്നു. ഇന്ത്യയിലെ ഓരോ ഗ്രാമങ്ങളിലും ടെലിഫോൺ ശബ്ദം മുഴങ്ങിക്കേട്ടു. ദാരിദ്ര്യരേഖാ ശതമാനം 38-ൽ നിന്ന് 28-ആയി മാറി. ആശയവിനിമയ ശൃംഖല MTNL വഴി 243 വിദേശ രാജ്യങ്ങളുമായി രാജ്യത്തെ ബന്ധിപ്പിച്ചത്, ലോകത്തെ മികച്ച കമ്പനികളായി വളർന്ന IT സംരംഭങ്ങൾ, ഇന്ത്യൻ റെയിൽവേയിലെ ഡിജിറ്റൽ ടിക്കറ്റ് സംവിധാനം, ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ ഇന്ത്യയിലെ ഗ്രാമീണ അധികാര വികേന്ദ്രീകരണ സംവിധാനമായ പഞ്ചായത്തി രാജ് നടപ്പാക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചു. അയൽ രാജ്യങ്ങളുമായുള്ള ധാരണകൾക്കൊപ്പം തന്നെ റീഗനും ഗോർബച്ചേവും സുഹൃത്തുക്കളായി. രാജീവ് ഗാന്ധി പ്രസംഗവേദിയിലേക്ക് നടന്നെടുക്കവേ ചെറുപുഞ്ചിരിയുമായി തനു എന്ന പെൺകുട്ടി അടുത്തെത്തി. കയ്യിലുള്ള ഹാരം കൈമാറി. കാൽ തൊട്ടു വന്ദിക്കാനായി തലകുനിഞ്ഞു. തൊട്ടുപിന്നാലെ മനുഷ്യബോംബായി പൊട്ടിത്തെറിച്ചു. ഒപ്പം രാജീവ് ഗാന്ധി എന്ന രാജ്യം കണ്ട ഏറ്റവും മികച്ച പ്രധാനമന്ത്രിമാരിൽ ഒരാളും. നടുങ്ങിപ്പോയി രാജ്യം. ചിതറിത്തെറിച്ചത് വെറുമൊരാളല്ല, രാജ്യത്തിന്റെ സ്വപ്നങ്ങളാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ എക്കാലത്തെയും തിളങ്ങുന്ന നക്ഷത്രത്തിന്റെ ഓർമ്മ ദിവസം. പ്രിയപ്പെട്ടവരെ കേൾക്കുന്നതും കാണുന്നതും പോലും ഫോണുകളിലാവുമ്പോൾ രാജ്യം പറയുന്നു, രാജീവ്, നിങ്ങളോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു.